ഓ മൈ ഗോഡിന്റെ ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. വീട്ടിൽ പലതരത്തിലുള്ള ഭൂതങ്ങളുടെ ശല്യമുള്ളതിന്റെ പേരിൽ ഒരു ദിവ്യനെ വീട്ടുകാർ കണ്ടു. ദിവ്യൻ ശല്യക്കാരനെ ആവാഹിച്ചു കുപ്പിയിലാക്കി വീടിന്റെ പരിസരത്ത് കുഴിച്ചു മൂടാൻ പറഞ്ഞു. അങ്ങനെ ഒരു ജോലിക്കാരനെ കൂടി വിളിച്ചു വരുത്തി കുഴിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ജോലിക്കാരൻ ഈ ജോലിയിൽ മുഴുകുമ്പോൾ സംഭവിക്കുന്ന കെണി എന്തായിരിക്കും? കാണാം ഇന്നത്തെ ഓ മൈ ഗോഡ് പ്രാങ്ക്. ഞാനിത് പ്രതീക്ഷിച്ചില്ലല്ലോ മോളെ. വയസ്സാങ്കാലത്ത് ഇങ്ങനെ കിടന്ന് ഓടേണ്ടി വരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ. ദുസ്വപ്നം കണ്ട് വീഴക്കോണ് പരിപാടി. എന്റെ അടുത്ത് എന്നേ പറയണമെന്നറിയാമോ, അമ്പലത്തിൽ പോകാൻ പറഞ്ഞാൽ പോവേയില്ല. സമയം മോശം വരുമ്പോഴത്തേക്കും മനുഷ്യന് ഓരോരോ പ്രശ്നങ്ങളും ചിന്തകളും മനസ്സിലായ. ശരിയാണ്. ഇനി എൻ്റെ ജമ്മത്ത് ഞാൻ ദൈവത്തിനെ കുറ്റം പറഞ്ഞ് ഒരുത്തൻ്റെ അടുത്തും പറയില്ല. പോയില്ലെങ്കിൽ പോയില്ലെന്നേ ഉള്ളൂ. സത്യം. ചുമ്മാ സമയം നന്നാവുമ്പോ എല്ലാം ഇതോടുകൂടി അങ്ങ് തീരുമല്ലോ. പിന്നെ ഇതോടെ വിഷയം തീരും. അത് മാത്രമല്ല, ഇത് ഒരു കുഞ്ഞ് അറിയാൻ പാടില്ലല്ലോ. അതാണ് മനസ്സിലായില്ലേ? യമ്മടുത്ത് ഇനി പറയാതിരിക്കാനും പറ്റൂല. അതാണ് ഞാൻ തന്ത്രിയുടെ ചോദിച്ചത്. ഇത് പറഞ്ഞോട്ടെ നീ ചോദിക്കാൻ കാരണം അതാണ്. മനസ്സിലായി? അത് മാത്രല്ല, ഈ പൊടി കുപ്പിയെ, ഈ ചെറിയ ഒരു കുപ്പി കുഴിച്ചിടാനായിട്ട് രണ്ടുപേരെന്തിന് ഒരു ലോറി നിറയെ ആളിനെ വിളിച്ചൂടെ എന്നൊക്കെ ചോദിച്ച് കളിയാക്കി കഴിഞ്ഞാൽ എനിക്ക് എന്റെ സ്വഭാവത്തിന് അത് പറ്റേ. എനിക്കറിയാം. നീ ഫോൺ എടുത്തില്ലേ? എത്ര വിളിച്ചത്? അയ്യേ സാർ, പിന്നെ രാത്രി ഇറങ്ങി വന്നേ എന്ന് പറഞ്ഞാൽ നമുക്ക് വന്നല്ലേ പറ്റുള്ളൂ. കാര്യങ്ങൾ നോക്കണ്ടേ? പേരെന്താണെന്തോ? ജ്യോതിരാജ്. എവിടെ? അവിടെ തന്നെ അളിയ? അവിടെ തന്നെ അളിയ. കാര്യങ്ങളൊക്കെ നീ പറഞ്ഞാ? നിന്റെ ആളി തന്നല്ല നോക്ക. അതിന്റെ ഏർപ്പാട് എന്തെങ്കിലും അല്ല കൂട്ടി കൊടുക്കും. നീ ഇതിനു മുമ്പ് കൊണ്ടുവന്ന ആൾക്കാർക്ക് നമ്മൾ എങ്ങനെ ഇടപെട്ടിട്ടുള്ളത്? ശരി, ആ വിശ്വാസം ഉണ്ടോ? അതുകൊണ്ടല്ലേ വന്നത്. ആകെ അരമണിക്കത്തെ പണിയല്ലേ ഉള്ളൂ. ശരി, സെറ്റപ്പ് ചെയ്തത്. പുള്ളി പ്രതീക്ഷിക്കാത്ത പൈസ നമ്മൾ കൊടുത്തു. കുടുംബത്തിൽ ഇത്തിരി പ്രശ്നമായിരുന്നു. ശരീരത്തിന് പ്രശ്നം, നടക്കാൻ പറ്റൂല, ഇരിക്കാൻ പറ്റൂല. അങ്ങനെ വന്നപ്പം നമ്മളെ ഏനാത്ത് മഠം ഉണ്ടല്ലോ, ഏനാത്ത് മഠത്തിലെ തന്ത്രിയെ ചെന്ന് കണ്ടു. തന്ത്രിയെ ചെന്ന് കണ്ടപ്പം പറഞ്ഞു, അനിയ ഇത് വൻ വിഷയമാണ്, കുട്ടിച്ചാത്തൻ്റെ പണിയിൽ വെച്ചിരിക്കുക. നമ്മളെ കുടുംബം നശിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തീർത്ത് കെട്ടാൻ വേണ്ടി കുടുംബത്തിന് തീർത്ത് കെട്ടാൻ വേണ്ടിയിട്ട് കുട്ടിച്ചാത്തനെ വെച്ചിട്ടുള്ള സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുക. തന്ത്രി പറഞ്ഞ്, ഞാൻ ഇതിനെ പിടിച്ച് കുപ്പിയിൽ ആവാഹിച്ച് തരാം, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, കാരണം ഞങ്ങൾക്ക് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. ദൈവവിശ്വാസികളെ തന്നെ. വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ വണ്ടി തട്ടി വിടുക, കൈ ഇങ്ങനെ പോകുന്ന വണ്ടി പെട്ടെന്ന് മറിഞ്ഞു വീഴും. ഉറങ്ങാൻ പറ്റൂല. ഉറക്കമില്ലായ്മയാണ് മെയിൻ വിഷയം. അസുഖം കഴുത്തിൽ വന്ന് പിടിക്കുക, ഇങ്ങനെയൊക്കെ ഇമ്പോർട്ടന്റ് കാര്യം. നേരിട്ട് വരും. അങ്ങനെ നമ്മൾ മുമ്പ് കാണും ഇത്രയുള്ള സാധനം. ആരടുത്താണോ വരണത് അത് നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായോ? ഉണ്ടുണ്ട്. അയ്യോ ഇപ്പോഴും നമ്മൾ നേരിട്ട് കഴിഞ്ഞ 2.5 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊന്നു ജ്യോതിരാജെ, സംഭവം ഇങ്ങനെ. അപ്പം ഒരു കുപ്പിയിലാക്കി ഐറ്റത്തിനെ തന്നു വിട്ടു. ആ കുപ്പിയെ കുഴിച്ചിടണം. 2 പേര് ചേർന്ന് ചെയ്യണം. നല്ല താക്കണം, നല്ല താത്ത് തന്നെ ഇടണം. ഇല്ലെങ്കിൽ ഇത് വീണ്ടും പട്ടിയാ പന്നിയാ വല്ല മാന്തി കഴിഞ്ഞാൽ പണിയാണ്. അധികം ഉപയോഗിക്കാതെ ഇരിക്കുന്ന സ്ഥലമല്ലേ. ഇവിടെ കൊണ്ട് താക്കണം. വിഷയമില്ല, തീർന്നു, പ്രശ്നം തീർന്നു. അപ്പം ജ്യോതിരാജ് നിന്റെ അടുത്ത് കാര്യങ്ങൾ പറയും. അതനുസരിച്ച് വേണ്ട രീതിയിൽ പൊന്നെ ഞാൻ ചെയ്തു തരണം. ഞാനേ കണ്ണിലെടുത്തോണ്ട് നീ കുട്ടിച്ചത് നിങ്ങൾക്ക് എന്ത് ഈ കാലത്ത് നിങ്ങൾക്ക് ഈ കാലഘട്ടത്തും അങ്ങനെയുണ്ട്. പണ്ടത്തെ ആചാരം പോലെ ഓരോരുത്തർ കൊണ്ട് വീടുകളിൽ കൊണ്ട് കുറിച്ച് അവർക്ക് എന്തായിക്കോട്ടെ, നമുക്ക് ശമ്പളം കിട്ടിയാൽ മതി. പിടിക്കുന്ന അളവുണ്ട്.
അവിടെ ഇട്ട് ഉണ്ടായിരുന്നല്ലേ അനിയണ്ണ പറഞ്ഞു എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ അനി എൻ്റെ അടുത്ത് പറഞ്ഞോണ്ടേ. അമ്മ ഇനി കുപ്പി എടുത്തോണ്ട് വരാം. അണ്ണൻ വെട്ടണം. ഞാൻ മണ്ണള കിട്ടിയത്. സാറേ എന്തോ സാറേ കരയിൽ അത്ര 2.5 വർഷം കൊണ്ട് ഞാൻ സഹിച്ചേ. 2.5 വർഷം സഹിച്ചതാണ് ജ്യോതിരാജ്. നീയും കൂടെ തീർത്ത് തരാൻ പോണം. താക്കളെ കുപ്പിയാക്കണ കാര്യമല്ലേ ഉള്ളൂ. തുപ്പി താക്കുന്നതല്ല, നിസ്സാരമല്ലേ അത്. ഇതിൻ്റെ അടപ്പ് ഊരാതെ രണ്ടുപേരും നോക്കണേ. അടപ്പ് പോയി കഴിഞ്ഞാൽ അകത്തുള്ള സാധനം പുറത്തെയാണ്. ഇതിനകത്തായിരിക്കണം. മന്ത്രം പിടിത്തി വെച്ചേക്കും. ഓ സാറേ മക്കളെ വയ്ക്കാം. അടപ്പ് ഇളവാടെ നോക്കണം. നടപ്പാണെങ്കിൽ എന്തൊരു അടപ്പ് ഇളവി കഴിഞ്ഞാൽ പണിയാകും. നമുക്ക് നിങ്ങൾക്കാണ് പണി. അതുകൊണ്ട് നമുക്ക് ദോഷം നമുക്ക് നോക്കണ്ടേ. നോക്കിക്കോണേ മാമ. ഒരു കുട്ടി കുടിക്കണം, പേടിക്കണം. മറ്റേ മുട്ട പോലത്തെ മന്ത്രവാദം അങ്ങനെ തന്നെ പറഞ്ഞേ. അങ്ങനെ ചെയ്യും. എന്തിന് ഈ കാലഘട്ടം ഇങ്ങനെയും ഉണ്ട്. ഇത് മറ്റേ പച്ച ചാടല എന്തൊക്കെ ചുറ്റിവിട്ടേക്കണം. അങ്ങനെ കുട്ടി ചത്ത അതെ ചിലപ്പോ അമ്മ പോയി നമ്മൾ വിട്ട പൊന്നിണ്ട പറയാം. ആദ്യം എനിക്ക് പതുക്കെ 3 കുത്തു ഭഗവാന്റെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിനെ ആലോചിച്ചുകൊണ്ട് വെട്ടും. ആവശ്യമില്ലാത്ത 3 ഓക്കെ. ഇനി ഉച്ചത്തി ഒട്ടിക്കോ, നല്ല ഒട്ടിക്കോ. പറയും തോറും ഇങ്ങനെ കേട്ട് വിറയ്ക്കണേ. വയസ്സായെന്നേ വയസ്സേ. അവർ പറഞ്ഞ വയസ്സിൻ്റെ ആശുപത്രി പോയിക്കൂടെ. അതല്ല ആശുപത്രി നല്ല ഡോക്ടർമാരുണ്ട്. അവിടെ പോയി നല്ല ഡോക്ടർ ചികിത്സ കിട്ടിയ കഴിഞ്ഞാൽ അയാൾ അസുഖം മാറും. പക്ഷേ അവർ എല്ലാം അന്ധവിശ്വാസം വിശ്വസിച്ച് ഇങ്ങനെ പാന്തത്. ഇനി കുറച്ച് പരിപാടിയുണ്ട്. നമ്മളെ പരിപാടിയെ എന്തായിരുന്നു എവരെ ഇവരൊക്കെ പലതും പറഞ്ഞിട്ടു. ഈ മുട്ട കുഴിച്ചിടാൻ പോയ പരിപാടിയായിട്ട് എനിക്കറിയാം. നമുക്ക് നമ്മളെ സംഭവമുണ്ട്. കുറച്ച് സാധനം കൊണ്ടുപോകാം. തീക്കാനെടുക്കാൻ പറഞ്ഞ ചുമ്മയല്ല. എന്തേലും ഉണ്ടെങ്കിൽ നമ്മളെ ചേർത്ത് പിടിക്കരുത്, നമ്മുടെ ശരീരത്തിൽ വരരുത്. അതുകൊണ്ടാണ്. അണ്ണാ കുപ്പിയെട്. ഇത് മാല പിടിച്ചോ. മാല പിടി. ഈ മാല ഇട്. പെട്ടെന്ന് വെട്ടി മൂട്. നമ്മളെ തലേ വന്ന് കയറാതെ ഒന്ന് പ്രാർത്ഥിച്ചോണം. എൻ്റെ പൊന്നു ദൈവമേ, അറിയാതെ എന്തെങ്കിലും തെറ്റുപറ്റിട്ടുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കണേ ദൈവമേ. നീ ഭയക്കണ്ട, നിനക്ക് മാത്രമേ എന്നെ കാണാൻ സാധിക്കുകയുള്ളൂ. യുഗയുഗാന്തരങ്ങളായി ഞാൻ ഈ കുപ്പിക്കളിൽ ഉണ്ടായിരുന്നു.
നീ എന്നെ മോചിപ്പിച്ചു. ആള് സംസാരിക്കണേണ്ട. ഭയപ്പെടാതെ മകനെ, നീ അപ്പുറത്തെ വീട്ടിലെ മൊബൈലിന്റെ ബെല്ലടിച്ചത് ആർക്കും കേൾക്കാൻ പറ്റില്ല. ഞാൻ നിന്റെ യജമാനാണ്. ആ മണ്ണോട് തട്ടി തീറ്റി. യുഗങ്ങളും കൽപ്പങ്ങളും ഞാൻ ഈ കുപ്പിക്കകത്തുള്ളിലായിരുന്നു. നീയാണ് എന്നെ വീണ്ടെടുത്ത് കൊണ്ടുവന്നത്. എന്തിനാ ഇത് ഒരാള് സംസാരിക്കണേ. ഈ മരപ്പൊട്ടന് കേൾക്കാൻ പറ്റൂല. നിങ്ങൾക്ക് മാത്രം, നിങ്ങളല്ലേ എന്നെ കുടിച്ചിട്ടത്, നിനക്ക് എത്ര എനിക്ക് മോചനം നൽകിയത്. ഏയ് പ്രശ്നമായ എന്തിനാണ് അങ്ങനെ പറഞ്ഞാൽ എന്തിനൊക്കെ അവിടെ ദേവി, എന്തിന് ഒരാ കയറൊക്കെ വന്ന് കൊണ്ടുവന്ന്. പേടിക്കണ്ട മകനെ, എന്നാ അത് ഞാൻ കൊണ്ടുവന്ന കയറ് താഴെ കിടക്കട്ടെ. വീട്ടുമുറ്റത്തിന് ഈ കെട്ടാനായി ഞാൻ കൊണ്ടുവന്നത്. ഇല്ലെന്ന് കയറുണ്ട്, കയറ് ഒരാള്. ചുമ്മാ ഇരു, നിനക്കെന്ത്? ഏയ്, കുസൂർ, ഏയ്, എവിടെ നോക്കേ? നഗ്ന നേത്രങ്ങൾ കൊണ്ട് എന്നെ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും കാണാൻ സാധ്യമല്ല. എന്നെ ഈ കൊല്ലാൻ ഇവിടെ കുഴിച്ചിട്ട ഒരുത്തനെ ഞാൻ വിളിച്ചു. ഞാനില്ല. നിങ്ങളല്ല, നിങ്ങൾ നമ്മള് മച്ചാൻ കമ്പനി. ഞാനല്ല, നീ എന്നെ പണിക്ക് വന്ന, നീ ഒരു ചേടേ. മച്ചാൻ മച്ചാൻ ഇത് പറഞ്ഞത്. ഏയ്, ഞാൻ നിങ്ങൾ ഇതുവരെ ഞാൻ നിങ്ങളെ മച്ചാന്ന് വിളിച്ചില്ല, അണ്ണാന്നാണ് ഞാൻ വിളിച്ചത്. ഏയ്, എന്നെ ഇല്ലേ? എന്താണ് ഇത്? ഏയ്, ഏയ്, അടുത്ത് ദേ, ദേ, ഇത് നോക്കൂ. എന്റെ അനുവാദമില്ലാതെ എന്ത് അണ്ണ അടുത്ത് ആർക്കും കാണാനും കേൾക്കാനും സാധ്യമല്ല മകനെ. അടുത്ത് ഒരാൾ ഒരു കട്ട ഒരാൾ ഇരിക്കുന്നു. എന്തിനാ എന്നെ പറ, ഇന്ന് അണ്ണനെ പറ്റി ബി പി പറഞ്ഞാ? എന്ത് രഹസ്യം പറഞ്ഞാലും ഞാൻ കേൾക്കും. എന്തിനു പറ, അണ്ണ പറ. അങ്ങനെ പറഞ്ഞാൽ കുപ്പിയിൽ എന്തോ പരിപാടി ഉണ്ട്. നോക്കേ, മനസ്സാ, എന്തിനു നോക്കാൻ? ഇതെന്തിനാണ് ഇവിടെ ഭയപ്പെടണ്ട. ആരെങ്കിലും? ഞാൻ നിങ്ങളുടെ യജമാൻ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. വീട് വേണോ? നീ മണ്ണ് പറ്റി ചുമ്മാ. ഇല്ല എന്നാ പറഞ്ഞേക്കാള്. ആ സാറ് പറഞ്ഞ പോലെ അവര് വിറച്ചത് ഇതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. ഏത് മച്ചങ്ങേരാ? വിറവെടുത്തു. അവൻ എന്റെ കൈ കിട്ടിയ ഞാൻ വലിച്ചെറിയുന്ന തൊട്ടിക്ക് ഇവിടെ കുഴിച്ചു മുറിവിടാ. മൂടിയിട്ടാ അടിപൊളി. ഇങ്ങോട്ട് നോക്കണം. അണ്ണാ നിങ്ങൾക്ക് എന്തിനാണ് മൂടി കഴിഞ്ഞത്? എന്നോട് മകനെ. ഇവിടെ ഒരാൾ വന്നിരിക്കണം, എന്നോട് എന്തിനൊക്കെ ചോദിക്കണം. ഹലോ ടീച്ചർ, ഇവിടെ ആരാണ് സാറേ നോക്ക്, ദാ നോക്ക്, ദാ ഇതെന്റെ അണ്ണാ പറ, ഇവിടെ ആരൊക്കെ ഉണ്ട്? 1 2 3 4 പേര്. എന്ത് കാര്യം? മനസ്സാ. ആരെ പറയണം? ഭയപ്പെടാതെ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ നിങ്ങളുടെ യജമാനാണ്. നിങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ആണെന്ന് തോന്നുന്നു. എല്ലാം തീർന്നല്ലോ, നിങ്ങൾ കുടിച്ചിട്ടല്ലോ. ചെറിയ ഒരാളിന് ഞാൻ സ്വപ്നത്തിൽ കണ്ട കഥയല്ലേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. അവസാനം ഇതാ കുടിച്ചിട്ടല്ലോ നിങ്ങൾ പറഞ്ഞത് തന്നെ പറഞ്ഞത്. അത് കൊച്ചാണ്, കൊച്ച്. അയ്യോ ഇല്ല, അയ്യോ അയ്യോ. ആര്? എവിടെ നമ്പല്ലേ ഇവള് രോഗഫ്രാഡ്. രോഗഫ്രാഡ് പേര് നിന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതല്ലേ എന്റെ ശക്തി. ഞാൻ നോക്കി സാറിന്റെ അടുത്ത് നിൽക്കല്ലേ. അയ്യോ ഇവർക്കൊന്നും കാണാൻ പറ്റില്ല. നമ്മൾ നിൽക്കുന്നത് ഇവിടെ ആര് നിൽക്കണത്? എന്തിനു മാമ? ഇവിടെ കൈയിട്ട് ഇവിടെ ആര് നിൽക്കണത്? ഇവിടെ വയലന്റായ അമ്മയുടെ ഞാനും വയലന്റോ കുഴിച്ചു താത്തല ഇവിടെ. ഏയ്, സാറ് പറഞ്ഞ അതേപോലെ ഒരാൾ ഇതാ നിൽക്കുകയാണ്. നെറ്റിന് വട്ടപ്പൊട്ടുള്ള ഒറ്റപ്പൊട്ടുണ്ട്. എവിടെ? തലയിൽ ഇതാ വാരി മുടി തട്ടിയിരിക്കുന്നേ. നോക്കണ്ട പിന്നെ. അയ്യോ കണ്ടെങ്കിൽ നോക്കണ്ട, നിങ്ങളെ കൊണ്ടേ പോവുള്ളൂ. എന്നെ തുറന്നുവിട്ട് എന്തിന്? എന്നെ തുറന്നുവിട്ട് നിങ്ങൾ പറഞ്ഞ ആ സാറേ, ആ സാറേ ഇതാ നിൽക്കുന്നേ. എന്റെ അടുത്ത് കിടന്ന് സംസാരിക്കുമ്പോഴേ ഇവർ വിചാരിക്കും നിങ്ങൾ ഒറ്റക്കിരുന്ന് പറയണത്. കാരണം ഇവർക്ക് നിങ്ങളെ മാത്രം എന്നെ കണ്ടുകൂടാ. ജ്യോതി, ഇപ്പൊ നിങ്ങൾക്ക് പറ്റിയേക്കുന്നത് ഞാൻ ഈ പറഞ്ഞ എല്ലാം കൂടെ മനസ്സിൽ കയറി ആകെ ടെൻഷൻ ആയിപ്പോയി. നിങ്ങൾക്കിപ്പോ ഒരു വിഷയമില്ല. ദുസ്വപ്നം പോലെ. സ്വപ്നത്തിൽ കണ്ടതല്ലേ? സാറേ ഇല്ല. ഞാൻ സ്വപ്നം കണ്ടല്ലേ? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങളെ മനസ്സിൽ കിടന്നിട്ട് അതാണ് ഈ വിഷയം ഉണ്ടാക്കണം. ഇവിടെ കുഴിച്ചിട്ട് ഞാൻ സാറിനെ കൊല്ലാനാണ് പറയുന്നത്. സാറിനെ കൊല്ലൂന്ന് പറഞ്ഞോണ്ടല്ലേ അതിനുള്ള പ്രതിവിധിയല്ലേ ഈ കൊണ്ട് കുടിച്ചിട്ടേക്കുന്നത്. അയാള് പോയി, ആ കുപ്പിന്ന് പോയി. ഞാൻ പറയാം. അയാള് കുപ്പിന്ന് പോയെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എങ്ങനെ അറിയാം കുപ്പിന്ന് പോയി? എന്തോ അല്ലാതെ പിന്നെ ഇങ്ങനെ ഇത് അടപ്പ് കളയി. എന്താ പറ സാറിന് അണ്ണ പയ്യാണ്. ഇത് ഇതിൽ നിന്ന് രക്ഷപ്പെടണോ? ഇതേ ഒറ്റ വഴിയുള്ളൂ. ഭാര്യ മക്കളുണ്ടോ? എത്ര മക്കളുണ്ട്? മക്കൾ 2 3 രണ്ടെണ്ണം. 2 3 ഒക്കെ ഉണ്ടോ? അയ്യോ ഇല്ല. എനിക്ക് 2 എണ്ണം ഉണ്ട്. ഒരു കാര്യം ചെയ്യ്,
നമുക്ക് എൻ്റെ ലോകത്തിലേക്ക് പോവാം. എൻ്റെ 1008 ചാത്തന്മാരെ കൂട്ടത്തിൽ പോവാം. അവിടെ ഡാൻസും വെള്ളവാടിയും സെറ്റപ്പ്. നമുക്ക് പോവാന്ന്. ഇതൊന്നും ഞാൻ ഉപയോഗിക്കില്ല. വേണ്ട, ഞാൻ ഉപയോഗിക്കും. അവിടെ പൈലുള്ള ഉപയോഗിക്കും. നമുക്ക് പോവാം. വീട്ട ഇല്ലല്ല, ഞാൻ കൊണ്ടുപോകും. അമ്മേനെ കൊണ്ടുപോകും. അണ്ണാ ഡാൻസ് കളിക്കുന്നു അണ്ണാ. ജഞ്ചേലും ഉണ്ടാ നീ ഒറ്റ കിടന്ന് ഡാൻസ് കളിച്ചു. നമുക്ക് ഡാൻസ് കളിക്കുന്നത് അണ്ണാ ഒരാൾ കയറിട്ട് പിടിച്ച് വലിക്കുന്ന ഇരുമ്പി പിടിച്ചേക്കണേ ഉള്ളൂ. എന്നെ ബന്ധിച്ചിരിക്കണോ? എന്നെ ബന്ധിച്ചില്ലേ? നാഗഭാഷാണം കൊണ്ട് ബന്ധിച്ചതാണ്. പേടിക്കണ്ട, നമ്മള് കമ്പനി. എന്താണത്? ഞാൻ യജമാനത്തിൽ പേടിക്കണം. അയ്യേ, യജമാനൻ കിടന്ന് പേടിക്കണം. അപ്പ് അയ്യേ മതിയാ. നീ വന്നാ എന്താണ് നാഗഭാഷാണം ബന്ധനം. ഭാഷണ ബന്ധനം എന്നൊക്കെ പറയാം. സോൾവ് ചെയ്യാം. നീ എവിടെയും കൊണ്ട് പോകും. സോൾവ് നീ പോ, നീ പോ, നീ പോ. ഇപ്പൊ കുഴിച്ചിട്ടങ്ങളില്ലേ, നമുക്ക് സോൾവ്. ഞാൻ പോണ്. നിങ്ങൾ ആരെയും കണ്ടിട്ടില്ല. സാറേ, ഞാൻ പറഞ്ഞൊന്ന് കേൾക്ക്. പറയൂ. എന്നെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. നാഗബന്ധനം. നിങ്ങൾക്ക് കാണാനും പറ്റും. എനിക്ക് കണ്ടുകൂടാ, അതുകൊണ്ടല്ലേ ചോദിച്ചത്. ഒന്ന് പറഞ്ഞ് എന്നെ മനസ്സിലാക്കി. വിശ്വാസമില്ല. എന്നെ വിശ്വാസമില്ല. ഞാൻ വിശ്വസിക്കാൻ എന്തും ചെയ്യണം ചോദിച്ചു. വിശ്വാസമില്ല. അതാണ് വിശ്വസിക്കാൻ എന്ത് ചെയ്യണമെന്ന്. ഇനി ഞാനൊരു വരം കൊടുത്താലേ എന്നെ കാണാൻ പറ്റുള്ളൂ. അത് ഒരു വരം തന്നെ നിങ്ങളെ കാണാൻ. എന്നാ വരം തരാൻ പറ. വരം കൊടുക്കാൻ ഓം ജീവപ്രാണ മന്ത്രേന്ദ്ര സർവസതിപ്രതിഷ്ഠ ഐംക്ലീം ഇതൊന്നും സൗം സ്വാമി. പോയത്? ഓം ജീവപ്രാണ മന്ത്ര തന്ത്രേന്ദ്ര സർവസതിപ്രതിഷ്ഠ വശമാനായ സ്വക എന്നെ മന്ത്രം ചൊല്ലുമ്പോൾ ഇടയ്ക്കാതെ ഇപ്പൊ വീണ്ടും മന്ത്രം പോകും. ജീവപരീക്ഷാണെന്നൊക്കെ പറയണേ. ഉണ്ടരുത്. ഓം ജീവപ്രാണ മന്ത്രേന്ദ്ര സർവസതിപ്രതിഷ്ഠ ഓം രടാപ്സം വ്ളാച്യസ്യ വ്ളാത്താങ്കരി സ്വാഹ. നോക്കൂ പുത്ര, എന്തിനാ അമ്മ നിങ്ങൾ സമ്മർദ്ദമുള്ള മനുഷ്യൻ എന്തിനുണ്ടേ ഇവിടെ എന്തിനുണ്ട്? ഞാൻ സ്വപ്നത്തിൽ കണ്ട കുട്ടിച്ചാത്ത ഉണ്ട്. ഇവിടെ കുട്ടിച്ചാത്ത ഉണ്ട്. കുട്ടിച്ചാത്ത ഉണ്ട്. പോയില്ല. സാറ് കൊടുത്തു. ഞാനും കണ്ട് എവിടെ എല്ലാരും ഞങ്ങൾ എന്തോ ചെയ്യണം പറ. എല്ലാം സോൾവ് ആക്കി വിട്ടേ. എല്ലാം സോൾവ്. എല്ലാം സോൾവ്. പറഞ്ഞല്ലോടാ പാവപ്പെട്ട. 9:30 മണിക്കുള്ള ഫുഡിന്റെ ടൈം. എന്റെ ഭോജന മന്ത്രം എന്തെന്നൊക്കെ വേണം. വിസിൽ വാങ്ങിച്ചു കൊടുക്കേ. വിസിൽ വേണോ? ഈ ഉമ്പരക്ക് വിസിൽ. പിന്നെ ഐറ്റോ വാങ്ങിച്ചോണ്ടരാ. ഇദ്ദേഹം കഴിക്കൂല. എന്റെ കൂടെ ഇരുന്ന് കഴിക്കും. എനിക്ക് ഒന്നും വേണ്ട. ഞാൻ കഴിക്കൂല. എനിക്ക് വേണ്ട. കഴിക്കൂലേ? ഞാൻ ചോദിക്കട്ടെ, അങ്ങൊന്ന് എവിടെ നിന്ന് വന്നത്? ഞാനാ പേട്ട. പേട്ടെന്നാ പേരെന്തോന്നു? അങ്ങയുടെ പേരെന്തോന്നു? പ്രകാശ് ആനന്ദജി. പ്രകാശ് ആനന്ദജി. ഇത് പേട്ട പ്രകാശ. യെസ്. എന്നിട്ടാ എന്നെ ഈ കൊലക്ക് കൊടുത്തത്. എനിക്ക് ഇപ്പോഴേ കാണാൻ പറ്റണത്. പകർച്ച നിങ്ങൾക്കറിയാം. പേട്ടയിലെ പകർച്ച രോഗമല്ല. വളരെ പ്രഗത്ഭനായ പേട്ട പ്രകാശ് മിമിക്രി ആർട്ടിസ്റ്റ്.
ഇതൊന്നുമല്ല. തന്നെ ഇത്രനേരം കാണാതിരുന്ന ആളിനെ നിങ്ങൾക്ക് ഇതെങ്ങനെ കാണാൻ കഴിയും? അതാണ് പരിപാടി. നമുക്ക് കാണുന്ന ആളിനെ എന്നെ പറഞ്ഞ കേളെ ഒന്നുമില്ല. നമ്മളെ സുഹൃത്തുക്കളെല്ലാം ഉണ്ട്. ഒന്നുമില്ല കേട്ടോ, നമ്മളെ പരിപാടിയല്ലേ ഇത്. ഒരു തേങ്ങയില്ല ഇവിടെ. ഇത് നിങ്ങൾ എന്നെ കൊല്ലാൻ വേണ്ടി കൂടെ കൊണ്ടുവന്നത്, ഇയാളെ കൂടെ കൊണ്ടുവന്നു. എനിക്ക് കേൾക്കണ്ട. എനിക്ക് കുടിച്ചോ വെള്ളം കുടിക്കും. ആൾക്കാരൊക്കെ നിൽക്കണ്ട, നിങ്ങളെ നാട്ടുകാരെല്ലാം ഉണ്ട്. ആ, പോട്ടെ, പോട്ടെ, പോട്ടെ. പോട്ടെ, പോട്ടെ, പോട്ടെ. അന്നേ നിങ്ങളുടെ ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഒരു സർപ്രൈസ് ഒരു പണി കൊടുക്കുന്നു. പിന്നെ അങ്ങനെ വിളിച്ചോളാം. കൗമുദി ടിവിയുടെ വകയായിട്ട് ക്യാഷ് പ്രൈസ് ആണ്. ഇതാ സന്തോഷപൂർവ്വം സ്വീകരിക്കാം. മെൻസ് വേൾഡ് ബാൽഡാമോര് ആൻഡ് നെയ്യാറ്റിങ്ങനെ നൽകുന്ന സമ്മാനം.